ആട് 3 ഇറങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതിലവർ മൈസൂർ റോക്കറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് മൈസൂർ റോക്കറ്റ്സ്? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വാർ വെപ്പണാണ് മൈസൂർ റോക്കറ്റ്സ്. ചുമ്മാ ഒരു സിനിമയിലെ സീനായിട്ട് അതിനങ്ങനെ കാണണ്ട. കാരണം ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ ഹൈദർ അലി ഡെവലപ്പ് ചെയ്ത് പിന്നീട് ടിപ്പു സുൽത്താൻ പെർഫെക്റ്റ് ചെയ്തെടുത്തൊരു ഡേഞ്ചറസ് വാർ വെപ്പണാണ് മൈസൂർ റോക്കറ്റ്സ്. ഈ മൈസൂർ റോക്കറ്റ്സിന് അൺലൈക്ക് പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പോലത്തെ ഹൗസിംഗ് അല്ലായിരുന്നു, ഇരുമ്പ് കൊണ്ടുള്ള ഹൗസിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓൾമോസ്റ്റ് 2 കിലോമീറ്ററാണ് മൈസൂർ റോക്കറ്റിൻ്റെ റേഞ്ച്. ഈ മൈസൂർ റോക്കറ്റ് ഒരു ബാംബൂ സ്റ്റിക്കിൽ കെട്ടിയിട്ടായിരുന്നു വിട്ടിരുന്നത്, ഡയറക്ഷൻ ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മൈസൂർ റോക്കറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ അൺസർട്ടനിറ്റിയാണ്. അതായത് ഇതെങ്ങനെ തിരിയുക, എപ്പോഴാണ് തിരിയുക, നേരെ ഇങ്ങോട്ട് വരുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സിന് ഇതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം, ഇത് ഏത് വഴിക്ക് വരണം, അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തോൽവിയായിട്ട് കണക്കാക്കുന്ന പൊളിലൂർ യുദ്ധം ബ്രിട്ടീഷുകാർ തോൽക്കാനുണ്ടായതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ മൈസൂർ റോക്കറ്റ്സ് ആണ്. പിന്നീട് 1799 ടിപ്പു സുൽത്താൻ വീണതിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ മൈസൂർ റോക്കറ്റിനെ പറ്റി കൂടുതൽ സ്റ്റഡി നടത്തിയിട്ട് അവരുടെ ഒരു വേർഷൻ ആയിട്ട് കോൺഗ്രീവ് റോക്കറ്റ്സ് ഇറക്കി. USA വേഴ്സസ് ബ്രിട്ടീഷ് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ കോൺഗ്രീവ് റോക്കറ്റ്സ് കാരണമാണ് ബ്രിട്ടീഷുകാർ അന്ന് ജയിച്ചത്. പിന്നീട് അമേരിക്കൻ നാഷണൽ ആന്തത്തിൽ ദി റോക്കറ്റ്സ് റെഡ് ഗ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്. ഈ ലൈനെ ഇൻസ്പയർ ചെയ്തത് ഈ കോൺഗ്രീവ് റോക്കറ്റ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ആ ലൈനെ ഇൻസ്പയർ ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം നമ്മുടെ ടിപ്പു സുൽത്താനാണെന്ന് നമുക്ക് ഇൻഡയറക്റ്റ്ലി വേണമെങ്കിൽ പറയാനും സാധിക്കും. ഇൻട്രസ്റ്റിംഗ് അല്ലേ?